നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണിന് പള്ളിയിൽ പോകാനുള്ള ചില നിബന്ധനകൾ പറഞ്ഞു. പ്രവാചകൻ പറയുകയാണ്, അൻ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم أيما امرأة أصابت بخورا فلا تشهد معنا العشاء الآخرة. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇശ നിസ്കരിക്കാൻ വരരുത്. റസൂൽ പറയാണ്, ഇശാ നമസ്കാരത്തിന് അവൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് വരരുത്. ഇതേ തത്വം തന്നെ സൈനബ ബീവിയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. കാനത്തു ഹദ്ദിസു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ. റസൂലുള്ളാഹി പറയുന്നു, സൈനബ ബീവിയോട് പറയുകയുണ്ടായി, ഇദാ ശഹിദത് ഇഹ്ദാകുന്നൽ ഇശാഅ ഫലാ തതയ്യബ് തിൽക്കൽ ലൈല. നിങ്ങളിൽ ഒരാൾ ഇശാക്ക് പള്ളിയിൽ ഹാജരാകുന്നുണ്ടെങ്കിൽ ആ രാത്രിയിൽ അവൾ സുഗന്ധം ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അപ്പൊ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനുള്ള ഷർത്തുകളാണ് ഈ പറയുന്നത്. ഇസ്ലാമിക വേഷമായിരിക്കണം. അടിച്ചു വീശുന്ന, ഇവിടെ ഇറങ്ങിയാൽ മൈലുകളോളം ദൂരെ കേൾക്കുന്ന സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങരുത്. പരപുരുഷന്മാരെ വശീകരിക്കുന്ന രൂപത്തിലുള്ള മോടിയും ആഭരണങ്ങളും ദീനത്തുകളും പ്രദർശിപ്പിച്ചുകൊണ്ട് പോകരുത്. അതല്ലാത്ത നിലക്ക് ഇസ്ലാമികമായ സദസ്സുകളിലേക്ക് ഹാജരാകാവുന്ന നല്ല നിഷ്ഠയോടുകൂടെയുള്ള വേഷം ധരിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി തിരുമേനി പിന്നെയും പറഞ്ഞു, സൈനബ ബീവി തന്നെ പറയട്ടെ, ഖാല ലനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് പറയുകയുണ്ടായി, ഇദാ ശഹിദത് ഇഹ്ദാകുന്ന, നിങ്ങളിൽ ആരെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ, ഹാജരാവുകയാണെങ്കിൽ, അൽ മസ്ജിദ, പള്ളിയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഫലാ തമസ്സീബ, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് വരരുത്. അപ്പൊ പ്രവാചകൻ എന്തേ പറഞ്ഞുള്ളൂ? ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ വരാമെന്നാണ്. ഇനി അപ്പോ പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ ജമാഅത്തിന് എന്ത് വിഷമം സഹിച്ചുകൊണ്ടും കൂരിരുട്ടത്ത് വരെ വരാറുണ്ടായിരുന്നു. ഒരൊറ്റ ഹദീസുകളിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങൾക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞത് പോകൽ അനുവദനീയമാണ് എന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു സംഭവം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി പറയുന്നു, ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി وأنا أريد إطالتها فأسمع بكاء الصبي فأتجوز في صلاتي مما أعلم من شدة وجد أمه من بكائه. رسول الله പറയാണ്, إني لأدخل في الصلاة, ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും, وأنا أريد إطالتها, ആ നിസ്കാരം ദീർഘിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കും. റസൂൽ പറയാണ്, ആ നിസ്കാരം കുറെ നീട്ടി ഓതാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കാരത്തിന് തക്ബീർ കെട്ടും. ആ സമയത്തായിരിക്കും റസൂൽ പറയുന്നു, ഫാസ്മഉ, ഞാൻ കേൾക്കും, ബുകാ അസ്സബി, കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ, ഫഅതജവ്വസു ഫീ സലാത്തി, എന്റെ നിസ്കാരത്തെ ഞാൻ വേഗം തീർക്കും എന്ന് പറഞ്ഞാൽ റക്അത്ത് ചുരുക്കുന്നല്ല, ഓത്ത് ദീർഘിപ്പിക്കാതെ ചുരുങ്ങിയ സൂറത്ത് ഓതിക്കൊണ്ട് ഞാൻ നിസ്കാരം അവസാനിപ്പിക്കും. എന്തിനു വേണ്ടി? മിമ്മാ അഅലമു, ഞാൻ മനസ്സിലാക്കുന്നതിന്റെ പേരിൽ, മിൻ ശിദ്ദത്തി വജ്ദി ഉമ്മിഹി മിൻ ബുകായിഹി, ആ കൂട്ടക്കരച്ചിൽ നടത്തുന്ന കുട്ടികളുടെ ഉമ്മമാർക്ക് അവരുടെ നിസ്കാരത്തെ അത് ശല്യമാക്കുമെന്ന് ഭയപ്പെടുമ്പോ അവർക്കത് എന്തുമാത്രം വിഷമുണ്ടാകും. കുട്ടി ഇങ്ങനെ നിർത്താതെ കരയാ, ഞാനിങ്ങനെ നീട്ടി ഓതിയാ എന്റെ ബാക്കിൽ തുടർന്ന് ാണ് പതിവുണ്ടായിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. ഇതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വൈൻ കാന ല യസ്മഉ ബുകാ അസ്സബി, കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്ന സമയമായാൽ ഫയുഖഫിഫു, അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം ലഘൂകരിക്കും, മഖാഫത, അവിടുന്ന് ഭയപ്പെട്ടതുകൊണ്ട്, അൻ തുഫ്തന ഉമ്മുഹു, കരയുന്ന കുട്ടിയുടെ ഉമ്മയുടെ നിസ്കാരം ഫിത്നയാകുന്നു പേടിച്ചിട്ട് നബി എന്ത് ചെയ്യും? വേഗം നിസ്കാരം അവസാനിപ്പിക്കും. അത് പെണ്ണുങ്ങൾ പള്ളിയിൽ വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ മറ്റൊരു സഹാബി അബീ ഖത്താദ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇന്നി ലഅഖൂമു ഫിസ്സലാ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും, ഉരീദു അൻ ഉതവ്വില ഫിഹാ, അങ്ങനെ നീട്ടി ഓതാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കും. റസൂൽ വരെയാണ്, ഫഅസ്മഉ ബുകാ അസ്സബി, കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേൾക്കുമ്പോൾ കുട്ടിയുടെ ഉമ്മക്ക് വിഷമമാകുമോ എന്ന് വെറുത്തുകൊണ്ട് ഞാൻ ആ നിസ്കാരം ദീർഘിപ്പിക്കാതെ ചുരുക്കാറാണ് പതിവുണ്ടായിരുന്നത്. ഇതൊക്കെ മൗലവിമാരെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് ഓതിക്കൊടുത്തപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു മുസ്ലിയാർ പറഞ്ഞത് വളരെ രസാവഹമാണ്. അത് മുസ്ലിയാരെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. നബിന്റെ കാലത്ത് റസൂലുള്ളാഹിയുടെയും സഹാബത്തിന്റെ ഒക്കെ വീട് പള്ളിയുടെ അടുത്തായിരുന്നു. അപ്പോ നബിയോടൊപ്പം നിസ്കരിക്കുമ്പോൾ സഹാബത്ത് ആണുങ്ങൾ നിസ്കരിക്കാണ് പള്ളിയിൽ പോയി, പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ തന്നെയാണ്. മൗലവിമാരെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പള്ളിയിലല്ല. ഒരാളുടെ വ്യാഖ്യാനമാണ്.
എന്നിട്ട് പിന്നെ നബി എന്തിനാ ചുരുക്കിയത്? നബി മനസ്സിലാക്കിയത് ഈ കുട്ടികൾ ഇങ്ങനെ കരയുമ്പോ, ഈ കുട്ടികളെ ഉമ്മാര് വീട്ടിലിരിക്കുമ്പോ എന്തുമാത്രം വിഷമുണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ പള്ളിയിൽ വന്ന പെണ്ണുങ്ങളല്ല. നോക്കണങ്ങൾ വ്യാഖ്യാനത്തിന്റെ പോക്ക്. എങ്ങനെ നബി എന്തിനാ നിസ്കാരം ചുരുക്കിയത്? പെണ്ണുങ്ങളൊക്കെ വീട്ടിലാ. അപ്പൊ വീട്ടിൽ കണ്ണങ്ങനെ കേൾക്കും പള്ളിയിൽ നിന്ന് കുട്ടികളെ കൂട്ടകരിച്ച്. അപ്പൊ നബി നിസ്കാരം വേഗം ഒഴിവാക്കും. എന്തേ കാരണം? ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വിചാരിക്കണം, ഓ നബി വിചാരിക്കണം ഈ കുട്ടികൾ ഇങ്ങനെ കരയുന്നത് കേട്ടിട്ട് അവരുടെ ഉമ്മാരുടെ വിഷമം ഓർത്തിട്ട് എന്റെ വീട്ടിൽ നിസ്കരിക്കുന്ന ആണുങ്ങൾക്ക് എത്ര വിഷമുണ്ടാകും എന്നോർത്തിട്ടാ നബി ചുരുക്കിയിരുന്നത്. നോക്കി നിങ്ങൾ എന്തുമാത്രം വാഷളത്തരമായ വ്യാഖ്യാനങ്ങൾ. അതെഴുതി പിടിപ്പിക്കാൻ വരെ പ്രഗത്ഭനായ മുസ്ലിയാർ ധൈര്യം കാണിച്ചു. എന്നാ നോക്കൂ, എന്തായിരുന്നു? പെണ്ണുങ്ങൾ പള്ളിയിലായിരുന്നോ? അതോ ഇതിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ വരൽ അനുവദനീയമാണെന്നാണോ അല്ല എന്നാണോ പണ്ഡിതന്മാർ മനസ്സിലാക്കിയത്? ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നു, വസ്തദല്ല ബിഹാദൽ ഹദീസി, ഈ ഹദീസിൽ നിന്ന് തെളിവ് പിടിച്ചിട്ടുണ്ട്. എന്ത്? പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, വഅലാ ജവാസി സ്വലാത്തിൻ നിസായി, സ്ത്രീകൾക്ക് നമസ്കരിക്കൽ അനുവദനീയമാണ്, ഫിൽ ജമാഅത്തി, സംഘം ചേർന്നുകൊണ്ട്, മഅർ റിജാൽ, പരപുരുഷന്മാരോടൊപ്പം പള്ളിയിൽ തന്നെ വന്ന് ജമാഅത്തായി നിസ്കരിക്കൽ അനുവദനീയമാണെന്ന് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാം. ഫത്ഹുൽ ബാരി 2-ാം ജുസ് 161-ാമത്തെ പേജിലാണ് അദ്ദേഹം ആ വിഷയം സമർപ്പിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ മുസ്ലിമിലുമുണ്ട് ഈ ഹദീസ്. ഇതേ ഹദീസ് തന്നെ മുസ്ലിമിലും നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയ ഇമാം നവവി മനസ്സിലാക്കിയതും മറിച്ചല്ല. അദ്ദേഹവും പറയുന്നു, വഫീഹി, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ത്? ജവാസു സ്വലാത്തിൻ നിസായി, സ്ത്രീകൾക്ക് നിസ്കരിക്കൽ ജായിസാണ്, അനുവദനീയമാണ്. ആരോടൊപ്പം? മഅർ റിജാലി, പുരുഷന്മാരോടൊപ്പം. എവിടെ? തൊട്ടടുത്ത വീടുകളിൽ വന്നുകൊണ്ടല്ല, ഫിൽ മസ്ജിദി, പള്ളിയിൽ തന്നെ നിസ്കരിക്കൽ അനുവദനീയമാണ്. അതേപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് വേറെയും കാര്യങ്ങൾ മനസ്സിലാക്കാം. കരഞ്ഞ കുട്ടികൾ പള്ളിക്ക് പുറത്തല്ല. വഅന്ന സബിയ, കുട്ടി യജൂസു, അനുവദനീയമാണ്. ഇദ്ഖാലുൽ മസ്ജിദ്, അവനെയും പള്ളിയിലേക്ക് കൊണ്ടുവരൽ, കുട്ടികളെയും പള്ളിയിലേക്ക് കൊണ്ടുവരൽ അനുവദനീയമാണെന്നും ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാമെന്ന് ശറഹ് മുസ്ലിം എന്ന കിതാബ് 4-ാം വാള്യം 187-ാമത്തെ പേജിൽ അദ്ദേഹം സമർപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്നറിയോ? ഇത് വഹാബി മൗലവിമാര് മനസ്സിലാക്കിയതല്ല, മുമ്പേയുള്ള പണ്ഡിതന്മാര് മനസ്സിലാക്കിയതും ഇങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. ഇനിയും നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നബി പറയും, നിസ്കാരം കഴിഞ്ഞാൽ പുരുഷന്മാരോട് ഇത്തിരി അവിടെ ഇരിക്കാൻ പറയും. ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, അബൂദാവൂദിന്റെ ഹദീസിൽ കാണാം, അതേപോലെ തന്നെ ധാരാളം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്ത്? റസൂലുള്ള പറയും, സലാം വീട്ടിക്കഴിഞ്ഞാൽ പുരുഷന്മാരോട് പറയും ഇത്തിരി നേരങ്ങൾ അവിടെ ഇരിക്കണം. എന്തിനു വേണ്ടി? ലികൈ യൻസരിഫൻ നിസാ, സ്ത്രീകൾ ആദ്യം പിരിഞ്ഞു പോകാൻ വേണ്ടി. അല്ലെങ്കിൽ എന്താണ്? രണ്ടു കൂട്ടരും ഒരേ സമയം പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ വഴികളിൽ വെച്ചവർ കൂടിക്കലരാനും ഫിത്നകൾക്കും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വഹാബാ കിറാമേ, നിസ്കാരം കഴിഞ്ഞാൽ സ്ത്രീകൾ പിരിഞ്ഞു പോകുന്ന സമയമത്രയും നിങ്ങൾ ഇവിടെ ഇരിക്കണം, അവർ പിരിഞ്ഞു പോയിട്ടേ നിങ്ങൾ എഴുന്നേൽക്കാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരുന്നതായി ഇമാം ബുഖാരി നിവേദനം ചെയ്ത സഹീഹായ ഹദീസുകളിൽ കാണുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതും നമ്മൾ വെറുതെ പറയുന്നതല്ല. ഫിഖ്ഹിന്റെ കിതാബുകളിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കിതാബുകളിലും മഹല്ലി എന്ന് പറയുന്നത് പള്ളി ദർസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു ഫിഖ്ഹിന്റെ കിതാബാണ്. അതിന്റെ പരിഭാഷയിൽ വരെ ഈ കാര്യം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ വാചകങ്ങൾ വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുള്ള സംഭവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മാത്രമല്ല, ശേഷവും സ്ത്രീകൾ പള്ളികളിലേക്ക് പോകാറുണ്ടായിരുന്നുവെന്ന് നമുക്ക് വിശദമായി തന്നെ ഹദീസുകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾ പുരുഷന്മാരെ നീട്ടിട്ടേ നീക്കാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നതല്ല. മഹല്ലി പരിഭാഷ ഒരു മുസ്ലിയാരുടെ പരിഭാഷയാണ്. അതിന്റെ 406-ാമത്തെ പേജിൽ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും മഹല്ലിയുടെ പരിഭാഷ. അതിൽ അദ്ദേഹം പറയുന്നു, മഹല്ലി എന്ന കിതാബിൽ ആ പണ്ഡിതൻ പറഞ്ഞത് ഏതായാലും കളവാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് നേർക്കുനേരെ പരിഭാഷപ്പെടുത്തേണ്ടി വന്നു. എന്താ അതിൽ പറയുന്നത്? പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർ പിരിഞ്ഞു പോകുന്നത് വരെ പുരുഷന്മാർ അവിടെ തന്നെ ഇരിക്കലും സുന്നത്താണ്. ഇതിന് ആധാരം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഇത്തിബാഴാകുന്നു. നബി തിരുമേനിയും കൂടെയുള്ള പുരുഷന്മാരും അങ്ങനെ ചെയ്തിരുന്നുവെന്ന് അതിൽ പറയുന്നു. നിസ്കാരം കഴിഞ്ഞാൽ അവരവർക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് പിരിഞ്ഞു പോകലാണ് സുന്നത്ത്. മഹല്ലി പരിഭാഷ KVM ബന്താവൂരി എന്നൊരു മൊയ്ലിയാരുണ്ട്. ആഗോള ഖുറാഫാത്തിന്റെ കയറ്റുമതിയുടെ വക്താവാണ്.
അയാൾ വരെ ഇത് സമ്മതിക്കാണ്. ആ പുസ്തകത്തിൽ പേജ് 406 നമുക്ക് ഈ വിഷയം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. മലയാളത്തിലായതുകൊണ്ട് ആർക്കും കാണാം. അറബി പറയുമ്പോൾ പിന്നെ ഞങ്ങളെ പറ്റിച്ചതാണെന്ന് പറയില്ലല്ലോ, മലയാളത്തിൽ തന്നെ അത് പറയുന്നുണ്ട്.